നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വളരെ പവിത്രവും പുണ്യമായിട്ടുള്ള കർക്കിടക മാസം നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെയും വിഷ്ണു ഭഗവാന്റെയും പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിഥുന മാസത്തിലെ അവസാന ദിവസമാണ് നമ്മൾ കർക്കിടക സംക്രാന്തിയായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ വീടുകളിലെ മാറാലയും പൊടിയും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ജ്യേഷ്ഠ ഭഗവതിയെ അഥവാ മൂദേവിയെ പുറത്താക്കണം. അതിനുശേഷം ശ്രീ ഭഗവതിയെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ആ പുണ്യ സമയമാണിത്. അതുകൊണ്ട് തന്നെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഈ സമയത്ത് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ വർഷവും ആചരിച്ചു വരുന്ന ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ മലയാളികൾക്ക് കർക്കിടകം എന്ന് പറയുന്നത് വെറും ഒരു മാസമല്ല, മറിച്ച് രാമായണ മാസമാണ്. കഠിനമായിട്ടുള്ള മഴയും ദാരിദ്ര്യവും ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതിനെ പലരും പഞ്ഞമാസം എന്ന് പറയാറുണ്ട്, അല്ലേ? എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം തരുന്ന ഒരു പുണ്യമാസമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. മഹാലക്ഷ്മിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും അനുഗ്രഹം വളരെ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഈ സമയത്ത് ലക്ഷ്മി ദേവിയെ അപ്രീതിപ്പെടുത്തുന്ന ഒരു വസ്തുക്കളും നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ കർക്കിടകം 1 മുൻപായി നമ്മുടെ ഭവനത്തിൽ നിന്നും ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ട ചില വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കർക്കിടക മാസം വരുന്നതിന് മുന്നത്തെ ദിവസം തന്നെ നമ്മൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് ചെയ്യണം. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ തുളസി ചെടി, അല്ലേ? അപ്പോൾ നമ്മൾ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ തുളസി ചെടി ചിലപ്പോൾ വാടിയതോ മുരടിച്ചതൊക്കെ നിൽക്കും. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഈ ഒരു സമയമാകുമ്പോൾ അത് വല്ലാതെ ഇങ്ങനെ മുരടിച്ച് കരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് പറിച്ചു മാറ്റണം. കരിഞ്ഞ തുളസി വീട്ടിൽ നിൽക്കുന്നത് വലിയ രീതിയിൽ നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുക എന്നാണ് പറയുന്നത്. ആവശ്യമെങ്കിൽ പുതിയൊരു തൈ നമുക്ക് അവിടെ വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ വിത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ശംഖുപുഷ്പം, ചെത്തി, കൂവളം ഇങ്ങനെയുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിൽ ഇതേ അവസ്ഥയിലുണ്ടെങ്കിൽ കരിഞ്ഞുണങ്ങി നിൽക്കാൻ പാടില്ല. അത് ഉണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിമാറ്റുക. അതിന് പകരം ഒരു ചെറിയ തൈ പിടിപ്പിക്കാൻ നോക്കുക. അവ നന്നായിട്ട് പരിചരിക്കണം. രണ്ടാമതായിട്ട് മാറാലയും ചിലന്തി വലകളാട്ടോ. നമ്മളെ വീട്ടിൽ ചിലന്തി വലകളും മാറാലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ മാറ്റണം. വീടിൻ്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കുക എന്നതാണ് അടുത്ത കാര്യം. ചിലന്തി വലകൾ നമ്മുടെ ഗൃഹത്തിലിരുന്നാൽ അത് നെഗറ്റീവ് എനർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാറാലകളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പരിസരത്തെ പുല്ലെല്ലാം ചെത്തി ചാണകവെള്ളവും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ പച്ചക്കർപ്പൂരവും ഒക്കെ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് നീട്ടിയെടുത്തിട്ട് പെരയ്ക്ക് ചുറ്റും നല്ല രീതിയിൽ തളിച്ച് ശുദ്ധിയാക്കുക. പച്ചക്കർപ്പൂരമൊക്കെ വീടിന് നമ്മളിങ്ങനെ ചെയ്യണത് നല്ല രീതിയിൽ ശുദ്ധിയാവാനായിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാസ്തുശാസ്ത്രം അനുസരിച്ച് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയായിട്ടുള്ള കന്നിമൂലയും വടക്ക് കിഴക്ക് മൂലയായ ഈശാന മൂലയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒട്ടും ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റണം. ചിലവർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഴയ പുസ്തകങ്ങൾ, പഴയ ചെരുപ്പുകൾ, പഴയ വസ്ത്രങ്ങൾ, ഇടാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ നമ്മൾ ഒരു കൂട്ടിയിട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റുക. പ്രത്യേകിച്ച് പൊട്ടിയ ക്ലോക്ക്, പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയ വിഗ്രഹങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ കൂട്ടിയിടാതെ എടുത്ത് മാറ്റുന്നതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പൂജാമുറിയിലെ നിലവിളക്കിൽ എന്തെങ്കിലും ചോർച്ചയുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം നോക്കണം. പിന്നെ അതുപോലെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പഴയ പ്രസാദങ്ങൾ, ഉണങ്ങിയ പൂക്കൾ, ജപിച്ച നൂലുകൾ എന്നിവ പൂജാമുറിയിൽ സൂക്ഷിക്കാതെ ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഒഴുകുന്ന വെള്ളത്തിലൊന്നും കളയുക. ഭഗവാന്റെ വിഗ്രഹങ്ങളോ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെക്കാം, അല്ലെങ്കിൽ പുഴയിൽ ഒഴുക്കി കളയാം. അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. പൂജമുറിയിലെ മാറാലയും പഴയ എണ്ണയിലെ തിരികളും തുണികളും എല്ലാം മാറ്റി നല്ല വൃത്തിയാക്കുക. പിന്നെ ഞാൻ അടുത്തതായിട്ട് പറയുന്നത് പഴയ വസ്തുക്കളും ഓടാത്ത ക്ലോക്ക് അത് ഉറപ്പായിട്ട് നിങ്ങൾ എടുത്ത് മാറ്റണം കേട്ടോ. ഉപയോഗിക്കാത്ത പഴയ വസ്ത്രങ്ങൾ, പഴയ ചെരുപ്പുകൾ, പൊട്ടിയ പാത്രങ്ങൾ എന്നിവയൊക്കെ സൂക്ഷിക്കുന്നത് ധനപരമായിട്ട് ഒഴുക്കിനെ നിങ്ങൾക്ക് തടസ്സപ്പെടും. അപ്പം ഇവ മൂദേവിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഓടാത്ത ക്ലോക്കുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറ്റിയിട്ട് പുതിയ ബാറ്ററിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓടാത്ത ക്ലോക്ക് നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും വിളിച്ചു വരുത്തുമെന്ന് തന്നെയാണ് പറയുന്നത്.
അടുത്തതായിട്ട് അടുക്കളയിലെ പഴയ സാധനങ്ങളാട്ടോ. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഉറവിടമാണ് അടുക്കള. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലും മറ്റോ സൂക്ഷിച്ചിരിക്കുന്ന പഴയ ഭക്ഷണങ്ങൾ കുറേ നാളുകൾക്ക് മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പൂപ്പൽ വന്ന അച്ചാറുകളും അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവാം, നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ ഇത് ചിലവർക്കിത് ചെറിയ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ നമ്മൾ ഈ കർക്കിടക മാസത്തിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ കേടുവന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തന്നെ ബാധിക്കും. പിന്നെ അടുത്തതായിട്ട് നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി കർക്കിടക മാസത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. കഴിയുമെങ്കിൽ ഈ ഒരു മാസം പൂർണ്ണമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ദിവസം 2 നേരവും കുളിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുക്കളയിൽ കയറി ആഹാരം പാകം ചെയ്യുക. ഈ കർക്കിടക മാസത്തിൽ വൈകുന്നേരങ്ങളിൽ 2 നേരവും വിളക്ക് കൊളുത്തി നാമം ജപിക്കുക. രാമായണം പാരായണം ചെയ്യാൻ അറിയുന്നവർ തീർച്ചയായും ഇത് ചെയ്യുക. അത് സാധിക്കാറ് സന്ധ്യാസമയത്ത് നാമങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വ്രതം നോക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വലിയ പുണ്യമാണ്. ഇനി നമ്മൾ കർക്കിടക മാസം പിറക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എന്തെങ്കിലും 1-2 കാര്യങ്ങളിൽ നിങ്ങൾ വീട്ടിൽ മേടിച്ച് വെക്കുന്നത് വീട്ടിൽ സകല ദോഷങ്ങളും മാറി വീട് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ മേടിച്ച് വെക്കേണ്ടത് പച്ചക്കർപ്പൂരം കേട്ടോ. നമുക്ക് അറിയാമല്ലോ, ആയുർവേദ ഷോപ്പിലും അങ്ങാടി കടകളിലൊക്കെ പച്ചക്കർപ്പൂരം വാങ്ങിക്കാൻ പറ്റും. സാധാ വട്ടത്തിലുള്ളതല്ല, നൈസ് പീസായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള പച്ചക്കർപ്പൂരം വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ അങ്ങാടി കടകളിലൊക്കെ എപ്പോഴും നമുക്ക് പൂജയ്ക്ക് സാധനങ്ങൾ ചോദിക്കുന്നതോട് ചെന്നാൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കണ സമയത്ത് അതിൽ നിന്ന് ഓരോ ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരു നുള്ളു മതി, അതെടുത്ത് പൊടിച്ചിട്ട് നമ്മളൊരു ചിരാതിൽ നെയ്യ് ഒഴിക്കുക അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് പൊടിച്ചിട്ടിട്ട് എല്ലാ ദിവസവും ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കത്തിക്കുന്നത് നല്ലതാണ്. സകലവിധ ജാതകദോഷങ്ങളും കണ്ണീറും മാറാനായിട്ട് ഉത്തമമാണ്. അതുപോലെ വീട്ടിൽ ഉപ്പ് മേടിച്ച് നിറച്ച് അടുക്കളയിൽ വെക്കുക. നമുക്ക് ദാരിദ്ര്യം വരാതിരിക്കാനാണ്, അതായത് ഭക്ഷണത്തിന് മുട്ട് വരാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ ഈ ഒരു മാസം കർക്കിടക മാസം പിറക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഉപ്പ് വാങ്ങിച്ചിട്ട് പാത്രത്തിൽ നിറയെ ആക്കി വെക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി മേടിച്ച് വെക്കുക. അതൊരിക്കലും കാലിയാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കർക്കിടകം പിറക്കുന്നതിന് മുൻപേ തന്നെ കുടുംബാംഗങ്ങളുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തി അതിൻ്റെ ജലപ്രസാദം ഒരു കുപ്പിയിലാക്കി വാങ്ങിക്കൊണ്ട് വരിക. വീടും പരിസരവും വൃത്തിയാക്കിയ ശേഷം ആ കിട്ടിയ പ്രസാദം, ആ തീർത്ഥം വീടിൻ്റെ പരിസരത്തും ചുറ്റുപാടും അകവും പുറവും എല്ലാം അവിടെ നല്ല രീതിയിൽ തളിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള രോഗദുരിതങ്ങൾ മാറാനും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ വീട്ടിൽ രാമായണം ഇല്ലാത്തവർ ഈ പുണ്യമാസത്തെ വരവേൽക്കാൻ പുതിയൊരു രാമായണ പുസ്തകം വാങ്ങി പൂജാമുറിയിൽ പ്രതിഷ്ഠിക്കുക. അത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് രാമായണം വീട്ടിലിരിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ചൈതന്യമായിട്ട് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊരു പുതിയൊരു രാമായണം വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ വെള്ളിയാഴ്ചകളിൽ നിലവിളക്ക് കത്തിക്കുന്നതിനൊപ്പം ലക്ഷ്മി വിളക്ക് കൂടി കത്തിച്ച് തുടങ്ങുക. ഇത് എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ കർക്കിടക മാസത്തിൽ ഒരു ദിവസം പോലും വിളക്ക് മുടങ്ങാൻ ഇടവരുത്തരുത്. എണ്ണയോ തിരിയോ നെയ്യോ തീർന്നു പോകുന്ന സാഹചര്യം വരാൻ പാടില്ല. അതിനാൽ നമ്മൾ ഈ മാസം മുഴുവൻ കത്തിക്കാനുള്ള എണ്ണയും തിരിയും അതുപോലെ പച്ചക്കർപ്പൂരവും എല്ലാം നമ്മൾ കൂടുതൽ വാങ്ങിച്ച് വീടിൻ്റെ അകത്ത് പൂജാമുറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പൂജാമുറിയിൽ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കണം. കർക്കിടകം പിറക്കുന്നതിന് മുന്നേ തന്നെ പൂജാമുറിയിൽ തുടച്ച് വൃത്തിയാക്കി മാറാമ്പലകളും പഴയ പുഷ്പങ്ങളും നേരത്തെ പറഞ്ഞോണം നല്ല രീതിയിൽ പൂജാമുറി ശുദ്ധിയാക്കണം. അതുപോലെ ഭഗവാന്റെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക. ഭഗവാന്റെ ഫോട്ടോ വൃത്തിയാക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പനിനീരിൽ മുക്കിയിട്ട് തുണി വെച്ച് മുക്കുക, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കർപ്പൂരവും മഞ്ഞളിലും മുക്കിയിട്ട് നല്ല തുണി വെച്ചിട്ട് ഫോട്ടോയും വിഗ്രഹങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് തിരി കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലക്ഷ്മി പ്രീതിക്കായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വന്ന വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ കട്ടള ഭാഗമൊക്കെ ഉണ്ടല്ലോ, വാതിൽപ്പടിയൊക്കെ അല്പം പനിനീരോ അല്ലെങ്കിൽ പച്ചക്കർപ്പൂരവും മഞ്ഞളും ഇട്ട വെള്ളം വെച്ചിട്ട് അവിടെ നല്ല രീതിയിൽ ശുദ്ധിയാക്കുക. ഇത് മൂദേവി ചൈതന്യത്തെ മാറ്റി മഹാലക്ഷ്മി വീട്ടിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം നമ്മുടെ വാതിൽപ്പടിയും നമ്മുടെ പരിസരവും നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗമൊക്കെ അലങ്കോലപ്പെട്ട് കിടന്നാൽ അവിടെ മൂദേവിയായിട്ട് വരുള്ളൂ. അതല്ലാതെ നമുക്ക് ദേവിയുടെ ഒരു
അനുഗ്രഹവും കിട്ടില്ല. മഹാലക്ഷ്മി വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസം വരുന്ന മാസം നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായിട്ടിരിക്കുക, പ്രാർത്ഥനകൾ ഉണ്ടാവുക, സന്ധ്യാസമയത്ത് വഴക്കുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ നിൽക്കാതെ സന്ധ്യാസമയത്ത് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന സമയമായതുകൊണ്ട് പ്രാർത്ഥന സമയത്ത് TV എല്ലാം നിർത്തി ബഹളങ്ങളും വഴക്കുകളൊക്കെ മാറ്റി അവിടെ നിശബ്ദമായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ തവണ കർക്കിടക മാസം ആരംഭിക്കുന്നതിന് സംക്രാന്തി ദിവസം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വീടും പരിസരവും മനസ്സും ഒരുപോലെ ശുദ്ധിയാക്കുക. ലക്ഷ്മി ദേവിയുടെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരവേൽക്കുക. രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ സംക്രാന്തി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാതെ വരയ്ക്കും. നന്ദി, നമസ്കാരം.